എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പൂനൂർ, പൂനെ. ഇവിടെ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം സമയത്തെക്കുറിച്ചാണ്. സമയം ഈ ലോകത്തിലെല്ലാവർക്കും 24 മണിക്കൂർ തന്നെയാണ് സമയം. അതിൽ ചിലർക്കൊക്കെ സമയക്കുറവ് കൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് നമ്മളെപ്പോഴും ആലോചിച്ചിട്ടുണ്ടാകും. സമയമായാലും പണമായാലും നമ്മുടെ കയ്യിൽ കിട്ടുന്നത് ലിമിറ്റഡാണ് വരുന്നത്, അല്ലേ? വളരെ ലിമിറ്റഡായിട്ടാണ് വരുന്നത്, ഒരുപാട് കിട്ടുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യത്തെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു അതനുസരിച്ചാണ്, അതെങ്ങനെ ചിലവഴിക്കുന്നു എന്നതിന് അനുസൃതമായിട്ടാണ് നമ്മുടെ കയ്യിൽ ബാലൻസ് ഉണ്ടാവുക, സേവിങ് ഉണ്ടാവുക. പൈസ കിട്ടി നമ്മൾ ഈ മാസം എനിക്കൊരു 25,000 കിട്ടിയാൽ ഞാനത് 30,000 ചിലവാക്കാൻ തയ്യാറായാൽ എൻ്റെ കയ്യിലുള്ള ബാലൻസൊക്കെ ചിലവായി, അല്ലെങ്കിൽ കിട്ടിയ പൈസ മുഴുവൻ ചിലവായിട്ട് ഒരു 5,000 രൂപ ഞാൻ നഷ്ടത്തിലേക്ക് വരും, അല്ലെങ്കിൽ കടത്തിലേക്ക് വരും. അതേസമയത്ത് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഈ ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്ര നഷ്ടം വരികയില്ല, നമ്മളെ കയ്യിൽ കുറച്ച് ബാലൻസ് ഉണ്ടാവും. അപ്പോൾ എന്താണ് പണ്ടുള്ളവർ നമ്മൾ പറയാറുണ്ട്, ഇന്ന് ചെയ്യേണ്ടത് ഇന്നലെ തന്നെ ചെയ്തു വെക്കുക, നാളെ ചെയ്യേണ്ട കാര്യം ഇന്ന് തീർത്ത് വെക്കുക. അപ്പോൾ എപ്പോഴും നമ്മൾ അഡ്വാൻസ് ആയിരിക്കും നമ്മുടെ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും. പക്ഷെ ഇന്നത്തെ തിരക്കുള്ള ജീവിതത്തിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നതിലൊന്നും നടക്കില്ല. നമ്മൾ പ്ലാൻ ചെയ്യുന്നു, പക്ഷേ അതെല്ലാം വേറെ വഴിക്ക് പോകുന്നു. അപ്പം നമ്മൾ ഈ സമയം കിട്ടാതെ ഉദ്ദേശിച്ച സമയത്തിൽ അപ്പുറത്തേക്ക് ചെയ്ത് വരുമ്പോൾ സമയം ഒരുപാട് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമായി പോകും. അപ്പോൾ ഇനി ഞാനൊരു 10 മണിക്ക് ചെയ്യേണ്ട ജോലി എനിക്ക് 11 ആയിട്ട് എനിക്ക് അത് തീരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ 10 മണിയുടെ ജോലി ഞാൻ 11:30 12 തുടങ്ങുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ഡെയിലി ആയിട്ട് നമുക്ക് ആ സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരും. അപ്പോൾ ഈ കാര്യത്തിനിടയ്ക്ക് ഏറ്റവും പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ രാവിലത്തെ സമയം. നമ്മൾ രാവിലെ എഴുന്നേൽക്കാൻ ലേറ്റായി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നമ്മുടെ എല്ലാ കാര്യങ്ങളും അബദ്ധമായി. അപ്പോൾ ഈ സമയം നമ്മൾ ലാഭിക്കാൻ, അല്ലെങ്കിൽ സമയത്തിനെ നമ്മൾ ക്രമമായിട്ട് ചെലവഴിക്കാൻ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, രാവിലെ നേരത്തെ എഴുന്നേൽക്കാം. അതിനെങ്ങനെ ചെയ്യാൻ പറ്റും? പലരും പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, നേരത്തെ എഴുന്നേറ്റിരിക്കണം. എങ്കിൽ മാത്രമേ കാര്യങ്ങൾ നേരത്തെ തുടങ്ങാൻ പറ്റൂ. നമ്മൾ 8 മണിക്ക് പോകേണ്ട സ്ഥലത്ത് നമ്മൾ 8 മണിക്ക് എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 7 മണിക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് സാധിച്ചില്ലാന്ന് വരും. അപ്പോൾ നമ്മൾ ആലോചിക്കുക, നമ്മൾ ഈ സമയത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് കുളിക്കാനും ബാക്കിയുള്ള പ്രഭാത കൃത്യങ്ങൾക്കൊക്കെ അത് കഴിഞ്ഞ് റെഡിയായി പോകാൻ എത്ര സമയം നമുക്ക് സ്വന്തമായിട്ട് വേണം. അപ്പോൾ ആ ഒരു സമയം കണ്ടുകൊണ്ട് വേണം നമ്മൾ എഴുന്നേൽക്കാൻ. അതിനും ഒരു 15 മിനിറ്റ് നേരത്തെ നമ്മൾ എഴുന്നേറ്റിരിക്കണം. എങ്കിൽ ആ ഉദ്ദേശിച്ച സമയത്തിൻ്റെ 15 മിനിറ്റ് മുമ്പ് നാം സ്വയം റെഡിയായിട്ട് ഇരിക്കും പോകാൻ വേണ്ടി. അപ്പോൾ ഈ നേരത്തെ ഉണരുക എന്നുള്ളതൊരു ചാലഞ്ചായി എടുത്താൽ, എത്ര ലേറ്റായി കിടന്നാലും അങ്ങനെ എടുത്താൽ നമുക്ക് ഈ കാര്യങ്ങൾ സാധിക്കും. പക്ഷെ നമ്മൾ ലേറ്റായി കിടന്നാൽ നമുക്ക് നേരത്തെ എഴുന്നേൽക്കാൻ പ്രയാസമാവും. അതുകൊണ്ട് കിടക്കുന്ന സമയത്തിനും നമ്മളൊരു പ്ലാൻ ചെയ്യുക. എത്ര ലേറ്റായാലും ഞാൻ, എത്ര പ്രശ്നം വന്നാലും ഈ സമയത്ത് ഞാൻ കിടന്നിരിക്കും. ചിലപ്പോൾ 1/2 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരാം, പക്ഷേ മാക്സിമം നമ്മൾ ട്രൈ ചെയ്തിരിക്കണം. അപ്പോൾ നേരത്തെ ഉണരുക എന്നതൊരു ചാലഞ്ചായിട്ട് എടുക്കണം, എങ്കിൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾ നടക്കുള്ളൂ. പിന്നെ നമ്മൾ ആ ദിവസത്തെ ആശ്രയിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ ആ 1 മണിക്കൂർ എന്ത് ചെയ്യുന്നു ഇതിനെക്കുറിച്ച് പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലേറ്റവും എനിക്ക് മാത്രമായിട്ട് തോന്നിയിട്ടുള്ളത് ഫാൽ എൻറോഡ് എന്നൊരു എഴുത്തുകാരൻ. അദ്ദേഹം ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയാണ്. ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ വളരെ നല്ല രീതിയിൽ എഴുതുന്നുണ്ട്. ലളിതമായ എഴുത്ത് കൂടുതൽ കാര്യങ്ങൾ നമ്മളിലേക്ക് പകരുന്നു, വളരെ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ. അത് പലപ്പോഴും വായിച്ചത് എനിക്ക് വളരെ പ്രായോഗികമായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒന്ന് ഷെയർ ചെയ്യാം എന്ന് കരുതിയത്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, നമ്മൾ സേവ് ചെയ്യല്ലേ, സേവേഴ്സ്,
SAVERS. അങ്ങനെ ഒരു ലെറ്റർ നമ്മൾ സങ്കല്പിക്കാം. SAVERS. അപ്പോൾ അത് നമ്മൾ കണക്കിലെടുത്ത് അതിനെ ആസ്പദമാക്കിയിട്ട് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും സമയം ലാഭിക്കാൻ പറ്റും, നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും, വിജയിപ്പിക്കാൻ പറ്റും. നമ്മുടെ ജീവിതം സമയം കിട്ടാതെ അല്ലെങ്കിൽ ലേറ്റായിപ്പെട്ട് പല കാര്യങ്ങൾ നഷ്ടപ്പെടുന്നതിന് നമുക്ക് നമ്മെ സ്വയം രക്ഷിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന സേവേഴ്സ് എന്താണ്. അപ്പം അദ്ദേഹം എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഈ രാവിലെ ചെയ്യുന്ന കാര്യങ്ങളാണ്. രാവിലെ എഴുന്നേറ്റ ഉടനെ നമ്മൾ എന്ത് ചെയ്യുന്നു അതിനെ ആസ്പദമാക്കിയിട്ടാണ് ദിവസം മുഴുവൻ. ഇങ്ങനെ എല്ലാ ദിവസവും ചെയ്യുമ്പോൾ ആ ആഴ്ച, ആ മാസം, ആ വർഷമൊക്കെ നമുക്ക് സമയം എപ്പോഴും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ പുതിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റണം. ഇതിപ്പോൾ നമ്മൾ റൂട്ടീൻ വർക്കിന് നമ്മുടെ സമയം ഇത്രയും നഷ്ടപ്പെടുമ്പോൾ പുതുതായിട്ടൊന്ന് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ നമുക്ക് സാധിക്കുന്നില്ല. എക്സ്ട്രാ സമയം നമ്മുടെ കയ്യിൽ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടായിരിക്കണം. അതിനുവേണ്ടി ഏറ്റവും ആദ്യം വേണ്ടത് ഏറ്റവും നേരത്തെ എഴുന്നേൽക്കുക. അപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ 6 മണിക്ക് എഴുന്നേറ്റു എന്ന് കരുതുക. എന്നാൽ പറയുന്നത് ആദ്യത്തെ 1 മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യത്തെ 1 മണിക്കൂറിൽ അതാണ് എല്ലാ അന്നത്തെ ആ പ്രവൃത്തിനൊക്കെ നമ്മൾ ആ സമയത്തിനൊക്കെ നമ്മൾ ആശ്രയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ അദ്ദേഹം പറയുന്നത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ 5 മിനിറ്റ് നമ്മളൊന്നും ചെയ്യാതിരിക്കുക. 5 മിനിറ്റ് നേരം നമ്മളൊന്നും ചെയ്യരുത്, സൈലൻ്റായിട്ട് ഇരിക്കുക. വേണമെങ്കിൽ മെഡിറ്റേഷൻ ആവാം. നമ്മൾ കണ്ണടച്ച് മനസ്സിനെ ശാന്തമാക്കുക. ഒരുപക്ഷെ രാത്രി കിടക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് കിടന്ന് കാണും, ഒരുപാട് മാനസിക സമ്മർദ്ദത്തിൽ നമ്മൾ വിട്ട് കാണും. അതൊക്കെ വിട്ടിട്ട് നമ്മളുടെ മനസ്സിനെ സ്വസ്ഥമായിട്ട് 5 മിനിറ്റ് ഇരിക്കുക. എഴുന്നേറ്റ ഉടനെ അവിടെ ഇരിക്കുക 5 മിനിറ്റ് നേരം ഒന്നും ചെയ്യാതെ. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ആണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യേണ്ടത്. അപ്പം നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ സേവേഴ്സിലെ ഫസ്റ്റ് എസ് ആണല്ലേ, അത് സൈലൻസ്. അപ്പോൾ സൈലൻ്റായിട്ട് ശാന്തമായിട്ട് 5 മിനിറ്റ് വരെ ഇരിക്കുക. അതാണ് ആദ്യത്തെ ചെയ്യേണ്ട കാര്യം. അതിനുശേഷം അഫർമേഷൻ. സേവേഴ്സിൻ്റെ അഫർമേഷൻ. നമ്മൾ മനസ്സിൽ ഒരുപാട് പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തുന്ന കാര്യങ്ങൾ നെഗറ്റീവ് ഫീലിങ്സാണ് അല്ലേ. നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് ഒരു കാര്യം വിജയിക്കുമെന്നല്ല, വിജയിക്കാതിരുന്നാൽ എന്ത് ചെയ്യും, തോറ്റുപോയാലോ അല്ലേ, ജയത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനുപരി തോറ്റാൽ എന്ത് ചെയ്യും അങ്ങനെ ഒരു നിരാശയിലാണ് നമ്മളെപ്പോഴും നീങ്ങുന്നത്. അപ്പം അദ്ദേഹം പറയുന്നത് അത് മാറ്റണം. ഒരു 2 മിനിറ്റ് എടുത്ത് നമ്മൾ ആലോചിക്കുമ്പോൾ ഈ മനസ്സിൽ നിന്ന് ഈ ചിന്തകളൊക്കെ മാറ്റുക കേട്ടോ. നെഗറ്റീവ് ഫീലിങ്സ് കംപ്ലീറ്റ് ഒഴിവാക്കുക. പിന്നെ നമ്മൾ എന്താണ് സ്വപ്നങ്ങൾ, അല്ലെങ്കിൽ ഞാൻ ഇന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ് എൻ്റെ പ്ലാൻ, അത് ഉറക്കെ പറയാം. സ്വപ്നങ്ങൾ പറയാം. ഞാൻ ഇന്ന് ഇതുപോലെ ചെയ്യും, ഇത്ര മണിക്ക് ഇത് ചെയ്യും, അങ്ങനെ കാര്യങ്ങൾ നമ്മൾ പറയാം. അപ്പോൾ നമ്മളെ മനസ്സിലൊരു വ്യക്തത വരും. ഇന്ന് ഞാൻ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, എപ്പോൾ തുടങ്ങണം, എങ്ങനെ ചെല്ലണം. അത് കഴിഞ്ഞു. അടുത്തത് എന്താണ്? SAV എന്ന് പറഞ്ഞാൽ വിഷ്വലൈസേഷനാണ്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിൽ കണ്ടു, ഞാൻ ഇന്ന് ചെയ്യണം എന്നുള്ളത് നമ്മൾ 2ാമത്തെ സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞു. 3ാം സ്റ്റെപ്പിൽ നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നു. നമ്മളതിനെപ്പറ്റി ചിന്തിക്കുന്നു, മനസ്സിൽ കാണുന്നു. ആ കാര്യം നാം വിജയിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിൽ ഉറപ്പിക്കുന്നു. യെസ്, ഞാൻ ഈ ജോലി ചെയ്തു കഴിഞ്ഞു, ഐ ആം സക്സീഡ്, ഈ പ്രവൃത്തിയിൽ ഞാൻ വിജയിച്ചു കഴിഞ്ഞു, വിജയകരമായിട്ട് ഞാൻ പൂർത്തീകരിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിൽ ഉറപ്പിക്കുന്നു. അപ്പോൾ മനസ്സിൽ നമ്മൾ അത് കാണുന്നു, ആ വിജയിച്ചതായിട്ട്. അങ്ങനെയുള്ള അത് കഴിഞ്ഞാൽ എഴുന്നേറ്റിട്ട് എന്തെങ്കിലും കുറച്ച് വ്യായാമം, കുറച്ച് നേരം 10 മിനിറ്റ് 15 മിനിറ്റ് നിങ്ങൾക്ക് ലളിതമായിട്ടുള്ള, നിങ്ങൾക്ക് പറ്റുന്ന തരത്തിലുള്ള, നിങ്ങൾക്ക് യോജിച്ച തരത്തിലുള്ള ഏത് വ്യായാമങ്ങളും ആവാം. 10 മിനിറ്റ് ആയാലും മതി, അത് ചെയ്യാം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സമയം കാണേണ്ടത് റീഡിങ്ങിനാണ്, വായിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ എവിടം വരെ എത്തി? SAV ഫോർ വിഷ്വലൈസേഷൻ, E ഫോർ എക്സർസൈസ്. ഇത് കഴിഞ്ഞു. ഇനി 6 പറഞ്ഞ റീഡിങ്. നമ്മളെന്തെങ്കിലും നല്ലൊരു പുസ്തകം വായിക്കുക. അതോടൊപ്പം നമ്മൾ മനസ്സിൽ ആ അറിവുകളൊക്കെ ശേഖരിക്കുക. കാരണം നമ്മുടെ മനസ്സിൽ പണ്ടെങ്ങ് വായിച്ച അറിവുകൾ മാത്രമേ ഉള്ളൂ. നമുക്ക് ആവശ്യമില്ലാത്തത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനൊക്കെ മാറ്റുകയാണ് നമ്മൾ ആദ്യം ഇൻഫർമേഷൻ എന്ന
പ്രവൃത്തി മുഖം നമ്മൾ ചെയ്യുന്നത്. എല്ലാ നെഗറ്റീവ് ഫീൽസും മാറ്റിയിട്ട് പുതിയ അറിവുകൾ നമ്മളെ മനസ്സിൽ നമ്മൾ നിറയ്ക്കുകയാണ്. റീഡിങ്ങിലൂടെ നമുക്ക് പല പുതിയ കാര്യങ്ങൾ മനസ്സിലായി. പിന്നെ സ്ക്രൈബിങ് എന്ന് പറഞ്ഞാൽ സേവേഴ്സിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ്. SAVERS, സേവേഴ്സ്. അതിൽ സ്ക്രൈബിങ് എന്ന് പറഞ്ഞാൽ എഴുതി വെക്കുക. നമ്മൾ ആ സ്വപ്നങ്ങളും കാര്യങ്ങളും ഡ്രീംസൊക്കെ ഒരു പേപ്പറിൽ എഴുതി വെക്കുന്നു. നമ്മൾ ഏകദേശം ചിന്തിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നതിന് നല്ലത് അത് നമ്മൾ മറന്നുപോകും. ഒരു സ്ഥലത്ത് എഴുതി വെച്ചാൽ, സുവർണ്ണ ലിപികളിൽ എഴുതി വെച്ചാൽ നമ്മളെ മനസ്സിൽ അത് പതിയും, നമുക്കത് പ്രവർത്തിക്കാൻ പറ്റും, അതിനെ വിജയിപ്പിക്കാൻ സാധിക്കും. അപ്പം ഈ ഒരു കാര്യങ്ങൾ 6 മിനിറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് അദ്ദേഹം പറയുന്നത്. അതെങ്ങനെയാണ്? ഫസ്റ്റ് മിനിറ്റിൽ നിശബ്ദം പ്രാർത്ഥിക്കുക. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ദീർഘമായിട്ട് ശ്വാസം എടുക്കുക. മെഡിറ്റേഷൻ ടൈപ്പ് ശ്വാസം എടുത്താൽ നമ്മളെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്ക് പോയിട്ട് നമ്മൾ ശാന്തമാവും മനസ്സ്. പിന്നെ പ്രാർത്ഥിക്കണം. ദൈവമേ നന്ദി, നീ ഇന്നേ വരെ എന്നെ വിജയിപ്പിച്ചു, ഇനിയും നിൻ്റെ അനുഗ്രഹം എനിക്ക് വേണം, അത് ചെയ്യാൻ എനിക്ക് സാധിക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണ്? നമ്മൾ അന്ന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഉറക്കെ പറയുക, അല്ലേ? പിന്നെ മൂന്നാമത്തെ കാര്യം വിഷ്വലൈസേഷൻ. നമ്മൾ പറഞ്ഞുള്ളത് അത് നടക്കുന്നതായിട്ട് മനസ്സ് കാണുക. സ്വപ്നം കണ്ടത് നടന്നു, നമ്മൾ വിജയിച്ചു എന്ന് തന്നെ കാണുക. പിന്നെ നാലാമത്തെ നമ്മൾ റൈറ്റിങ് പറഞ്ഞുള്ളത്, അല്ലേ? അത് ഡയറിയിലിട്ട് എഴുതി വെക്കുക. എവിടെയും കൊച്ചു കടലാസിലല്ല, ഡയറിയിൽ എഴുതി വെക്കുക. അന്ന് ചെയ്യേണ്ട 3 കാര്യങ്ങൾ, 3 കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾ അവിടെ എഴുതി വെക്കുക. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അത് അന്ന് സക്സസ് ആക്കാൻ നമ്മൾ ശ്രമിക്കുക. പിന്നെ നമ്മൾ വായന, അല്ലേ? ഏതെങ്കിലും പുസ്തകം ഇഷ്ടപ്പെട്ടത് വായിക്കുക. പിന്നെ ഒരു മിനിറ്റ് ആണെങ്കിലും എക്സർസൈസ് ചെയ്യുക. ഇതെല്ലാം കഴിയുമ്പോഴേക്കില്ലേ നിങ്ങൾ തുടങ്ങിയ ആ സമയത്തിലുപരി നിങ്ങളുടെ മാനസിക നില ഉയർന്നിരിക്കും. അത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കണം. ഏത് എക്സസൈസ് ആയാലും ഏത് കാര്യങ്ങളും ചെയ്യണ്ടേ എന്ന് കരുതി വിഷമിച്ച് ചെയ്യരുത്. മനസ്സിൽ ശരിക്കും ഒരു ആത്മാർത്ഥതയോടെ വളരെ നമ്മൾ ചിന്തിച്ചിട്ട് യെസ് ഇതെനിക്ക് ഞാൻ എൻജോയ് ചെയ്യുന്നു എന്നുള്ള മനസ്സിൽ കരുതിയിട്ട് നമ്മൾ ചെയ്യാൻ തുടങ്ങിയാൽ ജീവിക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സുഖം കിട്ടും. പിന്നെ നമുക്ക് എപ്പോഴും പ്രശ്നം പറ്റുന്നത് വെച്ചാൽ നമ്മൾ പെർഫെക്റ്റ് ആവാൻ ശ്രമിക്കും. ഏറ്റവും സക്സസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെയ്യുന്നത് സഫലമാവണം, കറക്റ്റായിരിക്കണം എന്നുള്ളത്. ഒരിക്കലും നമ്മൾ പെർഫെക്റ്റ് ആവാൻ ശ്രമിക്കരുതെന്നാണ് പാൽ എൽറോഡ് പറയുന്നത്. നിങ്ങൾ പെർഫെക്ഷൻ ശ്രമിക്കുമ്പോഴാണ് പലപ്പോഴും നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. ഉള്ള കാര്യങ്ങൾ എൻജോയ് ചെയ്ത് പഠിക്കുക. പെർഫെക്റ്റ് ആവാൻ ശ്രമിക്കരുത്. അത് ഓൾറെഡി അങ്ങനെ മെല്ലെ മെല്ലെ ചെയ്ത് ആയിക്കോളും. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇന്നലെ ചെയ്തപ്പം ഏതൊരു നിലയിലായിരുന്നു, അതിലും കുറച്ചുകൂടി ഉയർന്ന രീതിയിൽ വേണം ഇന്നത്തെ ചെയ്യാൻ. ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രവൃത്തിയിലും വേണം. ഇന്നലെ ചെയ്തപ്പോൾ നമുക്ക് എന്തായിരുന്നു, നമ്മൾ ചെയ്ത സക്സസ് റേറ്റ് ഉണ്ട്. അപ്പോൾ അതിലും കുറച്ചും കൂടി നന്നാവണം. അല്ലാണ്ട് ഫുൾ പെർഫെക്റ്റായിട്ട് ഞാനിന്ന് ഇവിടുന്ന് എഴുന്നേക്കുമെന്ന് പറഞ്ഞിട്ട് കൂടുതൽ ശ്രമിക്കരുത്. ആ ഒരു എൻജോയ്മെൻറ്റിൻ്റെ മൂഡ് നഷ്ടപ്പെടും. അത് നമുക്കൊരു അലോസരമായി മാറും, ഒരു ബോറിങ്ങായി മാറും. പിന്നെ ചെയ്യുന്ന പ്രവൃത്തിക്കൊരു കാര്യമില്ലാണ്ടാവും. പിന്നെ ഇതിനൊക്കെ നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? ഈ പുലരിയെ പറ്റി ഇപ്പോൾ പറഞ്ഞില്ലേ രാവിലത്തെ കാര്യം, അതൊരു വിസ്മയ പുലരി എന്നുള്ള ടൈറ്റിലൂടെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ്. ആ ടൈറ്റിൽ അദ്ദേഹം ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്താ പറയുക, ഒരു മിറാക്കിൾ മോർണിംഗ്. അപ്പോൾ ഈ മിറാക്കിൾ മോർണിംഗിലാണ് നമ്മുടെ മാനസിക നിലയിൽ വ്യത്യാസം വരുന്നത്, മെൻ്റൽ സ്റ്റേറ്റ് വ്യത്യാസം വരുന്നതും നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നതും. പിന്നെ നമ്മൾ ആദ്യത്തെ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ തോന്നിയ പോലെ എഴുന്നേൽക്കുന്ന ആളുകൾക്ക് ആ വിചാരിച്ച സമയത്ത് കറക്റ്റ് സമയത്ത് എഴുന്നേൽക്കുക എന്നുള്ളതാണ്. എഴുന്നേൽക്കാൻ നമ്മൾ അലാറം വെക്കുന്നു. പക്ഷേ അലാറം നമ്മുടെ കയ്യെത്തും ദൂരത്താണെങ്കിൽ നമ്മൾ മെല്ലെ ഓഫാക്കിയിട്ട് പിന്നെയും കിടക്കും. കാരണം നമ്മളെ മനസ്സ് നമ്മൾ ശീലിച്ചു പോയ കാര്യങ്ങളിലേക്ക് നമ്മളെ പിടിച്ചു വലിക്കും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ അലാറം ദൂരത്ത് വെക്കുക. അപ്പോൾ നമ്മൾ തീർച്ചയായും എഴുന്നേറ്റ് പറ്റും. എഴുന്നേറ്റ് കഴിഞ്ഞ് പോയി അലാറം ഓഫ് ചെയ്യുക. അപ്പോഴേക്കും നിങ്ങളെ എഴുന്നേറ്റ് അവിടെ ചെല്ലുമ്പോഴേക്ക് നിങ്ങൾ ഉറക്കം പോയിരിക്കും. പിന്നെ ബാത്റൂമിൽ പോവുക, പല്ല് തേക്കുക, തിരിച്ച് വരിക. പലരും പറഞ്ഞിട്ടുള്ളത് എഴുന്നേറ്റ ഉടനെ ചെറു ചൂടുവെള്ളം 1-2 ഗ്ലാസ് കുടിച്ചിട്ട് വേണം ബാത്റൂമിൽ പോകാനാണ്, അല്ലേ, പ്രഭാത കർമ്മങ്ങളിൽ. പക്ഷേ ഇദ്ദേഹം പറയുന്നത് നിങ്ങൾ ഡയറക്റ്റ് ബാത്റൂമിൽ പോവുക, പല്ല് തേക്കുക. പല്ല് തിരിച്ച് വരുമ്പോഴേക്കും നിങ്ങൾ എല്ലാം നല്ല ഉണർവിൽ വന്നിരിക്കും. കാരണം പല്ല് തേക്കുന്നു ഒരു പ്രത്യേക പ്രക്രിയയാണ്. മുഖം കഴുകി വരുമ്പോഴേക്കും നമ്മൾ ഫ്രഷ് ആയിരിക്കും. അതിന് ശേഷം 1 ഗ്ലാസ് വെള്ളം കുടിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ
നിങ്ങളുടെ ദിവസം തുടങ്ങുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഈ ദിവസം ഒരു ഒരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് പോകും. അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യം സമയം അങ്ങോട്ട് പോകുന്തോറുമില്ലേ, അതിനെ ലെവലാക്കാൻ നമുക്ക് 10 മിനിറ്റ് കാര്യം 5 മിനിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ നമുക്കത് സാധിക്കില്ല. നമ്മൾ 10 മിനിറ്റ് കാര്യം ചെയ്യേണ്ട കാര്യം 15-20 മിനിറ്റ് എടുത്തിട്ട് ചെയ്യാറ്. നമ്മുടെ ഹാബിറ്റ് അങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് നമ്മളതിന് ശ്രമിച്ചിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ, കുറച്ച് ദിവസങ്ങൾ തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പല കാര്യങ്ങളും വിജയിക്കാൻ സാധിക്കും. നിങ്ങളുടെ പല സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാൻ സാധിക്കും എന്നാണ് പാൽ എൽറോഡ് പറഞ്ഞു നിർത്തുന്നത്. അദ്ദേഹത്തിൻ്റെ സുവർണ പുലരി അതൊന്ന്, അല്ലെ വിസ്മയ പുലരി, അതൊന്ന് മനസ്സിലാക്കണം. മിറാക്കിൾ മോർണിംഗ്. അപ്പോൾ അത് രീതിയിലൊന്ന് നമുക്ക് പരീക്ഷിച്ച് നോക്കാം. ഏതായാലും നമ്മൾ പല പരീക്ഷ നടത്തിയിട്ട് പരാജയപ്പെട്ട് നിൽക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായും ഈ രീതിയിൽ നമുക്ക് നോക്കാം. എന്താണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുന്നത് മനസ്സിലാവും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. കുറച്ച് ദിവസം ശ്രമിച്ചിട്ട് എന്താണ് പറ്റുന്നതെന്ന് കമൻറ്റിൽ എഴുതുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ആൻഡ് കമൻറ്റ് ഒക്കെ തരിക. നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ ഇനിയും നമ്മൾ ഇത്തരം നല്ല നല്ല കാര്യങ്ങളായിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ് സുരേഷ് പൂനൂർ, പുനെ.